ബിരിയാണി വെക്കാൻ അറിയോ? തലശ്ശേരി സ്റ്റൈലിൽ ഞാൻ ബിരിയാണി. ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം. നല്ലൊരു സ്നേഹം കൊണ്ടായിരിക്കാം. സ്നേഹം കൊണ്ടല്ല, അങ്ങനെ സ്നേഹം കൊണ്ട് നല്ല പറയില്ല. നല്ലൊരു കിടിലൻ ചായ വെക്കാൻ പറ്റും. നന്നായിട്ട്. മാഞ്ഞാലി ബിരിയാണി വെക്കൂ. മാഞ്ഞാലി ബിരിയാണി, അതെന്ത് ബിരിയാണി? അത് ഈ മാഞ്ഞാലി ബിരിയാണി അരി, ചെറിയ അരിയും മഞ്ഞ കളറായിരിക്കും റൈസിന്. വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊരു രസം. അങ്കമാലി പോർക്ക് മാങ്ങാക്കറി, മാങ്കറിയൊക്കെ കിടിലായിട്ട് വെക്കും. ഈ തട്ടുകട പൂട്ടിപ്പോകാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, ഈ തട്ടുകട നടത്തിയത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ ഞങ്ങളതിങ്ങനെ കൊറോണയുടെയൊക്കെ സമയമായപ്പോൾ ഒരു വരുമാനമൊക്കെ, ഞാൻ കുറേ ബിസിനസ്സുകളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ എണ്ണം വലിയ കൂടുതലാണ്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഒരു തട്ടുകട. അത് 2-3 കൊല്ലം ഞങ്ങൾ ഓടിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവസാനമായിപ്പോൾ പറ്റാണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. പിന്നെ പഠിക്കുന്ന കാലം തൊട്ട് ഞാനൊരു 10ാം ക്ലാസ് വെക്കേഷൻ തൊട്ട് ജോലി ചെയ്ത് പൈസയൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് പോകുന്നത്. പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെയാണ് പഠിച്ച് വന്നതാണ്. ഞാൻ ആലുവ UC കോളേജിലെ ചെയർമാനായിരിക്കുമ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ പെയിൻറ്റ് പണിക്ക് പോകുമായിരുന്നു. ആർക്കും അറിയില്ല, രാത്രി നമ്മൾ പണിക്ക് പോകും, രാവിലെ നമ്മൾ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് കോളേജിൽ വരും, അങ്ങനെയൊക്കെ നടക്കും. തട്ടുകടയിൽ കുക്കിംഗ് ഒക്കെ ആരായിരുന്നു? സ്റ്റാഫ് ഉണ്ടായിരുന്നു, ചില സമയത്ത് നമ്മൾ ചെയ്യുമായിരുന്നു. ചെയ്ത ഒരു ഡിഷിന്റെ പേര്? പൊറോട്ട അടിക്കുമായിരുന്നു. പൊറോട്ട എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല, പൊറോട്ട അടിച്ചിട്ടുണ്ട്, ചെയ്യാൻ അറിയാം. മസാല ദോശ, ഓംപ്ലേറ്റ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ചെയ്തതിൽ ഏറ്റവും തൃപ്തി തോന്നിയൊരു ഡിഷ് ഏതാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ അത്യാവശ്യം ഒട്ടുമിക്ക കറിയും ഒക്കെ ഉണ്ടാക്കും. പണ്ട് തൊട്ട് വീട്ടിലുണ്ടാക്കി ശീലിച്ചിട്ടാണ് കടയിൽ നിന്നത്. ഞാൻ 10ാം ക്ലാസ്സിലെ വെക്കേഷന് ഏറ്റുമാനൂർ, ഇപ്പോൾ ആ ഹോട്ടലില്ല, സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു, MG യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയുടെ അവിടെ മേശ ഉടയ്ക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു പണിയും നമുക്ക് അന്യമല്ല. അപ്പോൾ എന്ത് പണി, ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ മൊത്തം ഇങ്ങനെ നോക്കും, പെയിൻറ്റിങ് ഉണ്ടാവും, പലതരം പണികൾ. അപ്പോൾ ഏത് പണിയും ചെയ്തും ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പറയില്ല ഇപ്പോൾ ഏത് ജോലിക്കും അന്തസ്സുണ്ട്, എന്നിട്ട് എന്താ എല്ലാവരും അത് ചെയ്യാത്ത? അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഡിഷസ് ഉണ്ടാക്കാൻ എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ അറിയാൻ മേലാത്ത യൂട്യൂബിലൊക്കെ നോക്കും, ഒറ്റ പ്രാവശ്യം കൊണ്ട് അത് ക്യാച്ച് ചെയ്യും, ഉണ്ടാക്കാൻ പറ്റും.